അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴിച്ച്. വതവാസൗ ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവരും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവരും. ഈ സൂറത്ത് ഖുർആനിൻ്റെ അമ്മ ജുസയിലുള്ള സൂറത്തുകളിൽ വെച്ചൊരു ചെറിയ സൂറത്താണ്. അള്ളാഹു ഈ സൂറത്തിൽ കാലത്തെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. എന്താണ് കാലം? കാലം എന്ന് സാധാരണ പറയാറില്ല, കാലചക്രം എന്നാണ് പറയുക. ഈ ചക്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കറങ്ങുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഒരു ചക്രത്തിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു കറുത്ത പെയിൻറ് തൊട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ അത് അടിയിലാണ് നമ്മൾ തൊട്ട് കൊടുത്തെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ആ ചക്രം കറങ്ങിയിട്ട് മുകളിലെത്തും, പിന്നെയും താഴെ എത്തും, പിന്നെയും മുകളിലെത്തും. അതാണ് ചക്രം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾക്കെല്ലാമുള്ള ടയർ, അതുപോലെ കാലചക്രം എന്നാണ് ഈ മലയാള സാഹിത്യത്തിലും അതുപോലെ ലോകത്തിൻ്റെ എല്ലായിടത്തും ഇതിനെപ്പറ്റി പ്രയോഗിക്കുക. കാലചക്രത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ ഈ കാലം എന്നത് വലിയ അത്ഭുതമാണ്. ഈ കാലം ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിനുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. അതായത് ഇന്നത്തെ ഒരു യുവാവ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മകൻ, അവനെ കാലം കൊണ്ടുപോയി മാതാവും പിതാവുമാക്കുന്നു. അല്ലെങ്കിൽ ആ തലമുറ പിന്നെ ഇന്നത്തെ കുട്ടികൾ വൃദ്ധന്മാരാകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളാകുന്നു. ഈ മാതാപിതാക്കൾക്ക് പകരം അവരുടെ അടുത്തേക്ക് പുതിയൊരു തലമുറ വരുന്നു. ഇന്നത്തെ പണ്ഡിതൻ, അവൻ്റെ മക്കൾ നാളെ പാമരന്മാരായി മാറുന്നു. ഇന്നത്തെ സമ്പന്നൻ, അവർ നാളെ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഫക്കീറായി മാറുന്നു. കാലം വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, കാലത്തെ നിങ്ങൾ ശപിക്കരുത്, കാലം അള്ളാഹുവാണ്. വലിയ വലിയ
രാജ്യങ്ങളെ നശിപ്പിച്ചത് കാലമാണ്. കാലം കണക്ക് ചോദിക്കാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറില്ലേ? നമ്മളോട് ആരെങ്കിലും വല്ല ശത്രുതയും കാണിച്ചാൽ, വല്ല ഉപദ്രവവും ഉണ്ടാക്കിയാലേ അവരോട് കാലം കണക്ക് ചോദിച്ചു എന്ന് പറയാറില്ലേ? എത്ര സമ്പന്നരെയാണ് ഈ കാലം ഫക്കീറാക്കി മാറ്റിയത്. എത്ര ദരിദ്രന്മാരെയാണ്, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ദരിദ്രന്മാരുടെ മക്കളെയാണ് കാലം അതിസമ്പന്നരാക്കിയത്. എത്ര സമൂഹങ്ങളെയാണ് കാലം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയത്. എത്ര പണ്ഡിതന്മാരാണ് ഭൂമിയിൽ നിന്ന് വിരമിച്ചു പോയത്. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ കാലത്തിന് വലിയ പ്രാധാന്യം നാം കൊടുക്കണം. ഈ കാലം കൊണ്ടുള്ള സാക്ഷി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പണ്ടൊക്കെ വയത് പറയുന്ന ഉസ്താദുമാർ പറയുമായിരുന്നു, മക്കളെ, നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും ശിക്ഷ കിട്ടുമെന്ന്. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവരെ തമാശയായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ കാലം വല്ലാത്തൊരു സത്യമാണ്. നമുക്ക് ഇന്ന് പലരും, ഒരുപാട് പേരെ എൻ്റെ അടുത്ത് തന്നെ കമൻ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഉസ്താദെ കുട്ടികൾ ഉണ്ടാകുന്നില്ല, ദുആ ചെയ്യണം എന്നും പറഞ്ഞ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഉമ്മമാര് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പമാര് ഇതേപോലെ പ്രാർത്ഥിച്ചത് കൊണ്ടുണ്ടായതാകും നിങ്ങൾ. അവരോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഓർത്തു നോക്കണം. ഓരോ ഉപ്പാക്കും ഓരോ ഉമ്മാക്കും അവരുടെ മക്കൾ വിലപ്പെട്ടതാണ്. അവരെ വളരെ സ്നേഹത്തോടെ പരിലാളിക്കുന്നു. അല്പം ഒന്ന് വലുതായാൽ വേണ്ട, പെൺകുട്ടിയാണെങ്കിൽ വിവാഹം കഴിച്ച് കൊടുക്കുന്നതോടുകൂടി അവളുടെ സ്വഭാവം മാറുന്നു. അവൾക്ക് ഉമ്മയും ഉപ്പയും വിളിക്കുന്നത് പോലും കേൾക്കാൻ സമയമില്ല. അതുവരെ കുറ്റം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രയാസങ്ങൾ, അങ്ങനെ പ്രയാസങ്ങൾ, മോളങ്ങനെ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പഴി പറയാനും, നിങ്ങൾ എന്നെ അവിടത്തേക്ക് കെട്ടിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് പഴി പറയുന്ന സഹോദരിമാര് ചിന്തിക്കണം. നിങ്ങൾക്കും പെൺകുട്ടികളുണ്ട്. അവർ നാളെ കാലം അവരെ കൊണ്ട് നിങ്ങളെ തിരിഞ്ഞു കുത്തിക്കും. കാലം വല്ലാത്ത ഒന്നാണ്. കാലം കണക്ക് ചോദിക്കാത്ത ഒരു കണക്കും ഇവിടെ തീർന്നു പോയിട്ടില്ല. അങ്ങനെയുള്ള കണക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മാറ്റിവെച്ച കണക്കാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് അനുദിനം എന്നോണം കേൾക്കുന്നത്. സ്വത്തിന് വേണ്ടി സ്വന്തം പിതാവിന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നവര്, സ്വത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നവര്, സമ്പത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നവള്, കൊല്ലാൻ പോലും മടിയില്ലാത്തവള്. എന്തൊരു ദുര്യോഗമാണ്. കാലത്തിൻ്റെ കണക്ക് വലിയൊരു കാര്യമാണ്. ഓരോരുത്തരും മുമ്പ് നടന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ മരണപ്പെടുന്നവര് പറയുമത്രേ, നിന്നോട് കണക്ക് ചോദിക്കുമെന്ന്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വലിയൊരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ സമുദായം ലോകമൊട്ടുക്കും വേട്ടയാടപ്പെടുന്നതിനെ കുറിച്ച് വലിയ സങ്കടം തോന്നി. തൻ്റെ സമുദായം എന്ത് ചെയ്തിട്ടാണ് ഈ ഫിറോനും കൂട്ടരും അടിമകളെ പോലെ തങ്ങളെ അടിച്ചു കൊല്ലുന്നത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ സമുദായം ഇങ്ങനെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. അദ്ദേഹം ചുറ്റിലും നോക്കുമ്പോഴെല്ലാം കാണുന്നത് ഇവിടെ അനീതിയും അക്രമവും മാത്രമാണ്. ഒരു ദിവസം അള്ളാഹുവിനോട് മൂസാ നബി പറഞ്ഞു, അള്ളാഹുവേ, നീ നീതിമാനാണ്. ഇവിടെ നീതി മാത്രമേ പുലരൂ,
കാലങ്ങളെ കൊണ്ടെങ്കിലും നീ നിന്റെ നീതി നടപ്പിലാക്കുമെന്ന് നീ എനിക്ക് തൗറാത്തിലൂടെ നിർദ്ദേശം തന്നുവല്ലോ. ഞാൻ നോക്കുന്നിടത്തെല്ലാം കാണുന്നത് അനീതിയും അക്രമവും മാത്രമാണ്. നിന്റെ നീതി എന്താണെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. മൂസാ നബിക്ക് അശരീരി കേട്ടു അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാനിടയായി. മൂസ, എൻ്റെ നീതിയെക്കുറിച്ച് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ നാളെ നിന്റെ നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു പുഴയുണ്ട്. ആ പുഴക്കരയിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കണം. താഴെ എന്ത് നടന്നാലും നീ അതിനോട് പ്രതികരിക്കാൻ പാടില്ല. നീ ഒരു കാര്യം കണ്ടാലും ഇല്ലെങ്കിലും നീ സംസാരിക്കാൻ പാടില്ല. മിണ്ടാതെ അടങ്ങിയിരിക്കണം. എൻ്റെ നീതി എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെട്ട് ആ പുഴക്കരയിലുള്ള മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അദ്ദേഹം. കുറച്ചു കഴിഞ്ഞ സമയത്ത് അതിലൂടെ ഒരു കുതിരപ്പുറത്ത് ഒരു സഞ്ചാരി വരികയാണ്. അവിടെ അയാൾ വന്ന ശേഷം പുഴയിൽ നിന്ന് തൻ്റെ കുതിരയ്ക്ക് വെള്ളം കൊടുത്തു. അതുപോലെ തന്നെ അയാളും കുറേ വെള്ളമെല്ലാം കുടിച്ച് അയാൾ ഇറങ്ങിപ്പോയി. അപ്പം അയാളുടെ കയ്യിലുള്ള പണസഞ്ചി അവിടെ വെച്ച് മറന്നുപോയി ഇയാൾ. അങ്ങനെ മൂസാ നബിക്ക് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാ നിങ്ങളുടെ പണസഞ്ചി മറന്നുപോയിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ കൽപ്പന ഓർമ്മ വന്നു. ഒരു കാരണവശാലും പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴുണ്ട് വലിയൊരു ആട്ടിൻകൂട്ടവുമായിട്ട് ഒരു ആട്ടിടയൻ അങ്ങോട്ട് വരുന്നു. ആട്ടിടയൻ വന്നു നോക്കുമ്പോണ്ട് പിന്നെ ആടുകൾക്ക് വെള്ളമെല്ലാം കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ഈ പണസഞ്ചി കാണുകയാണ്. അയാൾ അതും എടുത്തുകൊണ്ട് പോയി. ഈ പണസഞ്ചി കൂടി ആട്ടിടയൻ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കണ്ണുപൊട്ടൻ വരികയാണ് അവിടെ. അങ്ങനെ വന്നിട്ട് ഇയാളും ഈ പറഞ്ഞ പുഴക്കരക്കുന്ന് എങ്ങനെയല്ലോ വടിയും കുത്തിപ്പിടിച്ച് കരക്ക് പോയിരുന്നു. കുറച്ച് വെള്ളം കുടിച്ചു. ആ മരത്തിൻ്റെ ചോട്ടിൽ വന്നിരുന്നു. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് നമ്മളെ കുതിരപ്പുറത്ത് മറ്റേ കുതിരക്കാരൻ ഓടിച്ചോണ്ട് വരുന്നു. അയാളുടെ മുഖം അങ്ങേയറ്റം പരിഭ്രമിച്ചിരുന്നു. വലിയ വിഷമത്തോടു കൂടി എന്തോ നഷ്ടപ്പെട്ടതുപോലെ എല്ലായിടത്തും തെരഞ്ഞു, ഒന്നും കാണുന്നില്ല. മൂസാ നബിക്ക് ഇയാളെ കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നു, ഓ ഇയാളതാണല്ലോ നേരത്തെ ബാഗ് പോയത്. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ അവിടെ ഇയാൾ ബാഗൊന്നും കാണുന്നില്ല. അവിടെ കാണുന്നത് നമ്മുടെ കണ്ണ് കാണാത്ത ഒരു കുരുടനായ ഒരു മനുഷ്യനെയാണ്. ഇയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എടാ എൻ്റെ ബാഗ് നീയല്ലേ എടുത്തത്? ഇയാൾ പറഞ്ഞു, എൻ്റെ ബാഗോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കണ്ണ് കാണൂല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കയ്യിലുണ്ടായിരുന്ന വലിയ വടി കൊണ്ട് ഇയാളെ അടിച്ചു, ചവിട്ടി വീഴ്ത്തി. എന്നിട്ടും കലിയടങ്ങാതെ അയാളുടെ നെഞ്ചത്തേക്ക് ചവിട്ടി. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് പിടഞ്ഞു മരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ഇത് കണ്ടപ്പോൾ വലിയ കലിപ്പും സങ്കടവും നിരാശയും തോന്നി. പക്ഷേ ഇവിടുന്ന് ഇയാളോട് പറയാൻ പറ്റില്ല, നിങ്ങളെ ബാഗ് കൊണ്ടുപോയത് ആട്ടിടയും കൊണ്ടുപോയതാണെന്ന് പറയാൻ മൂസാ നബിക്ക് കഴിയില്ല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവിടെ നടക്കുന്ന ഒരു സംഭവത്തിലും ഇടപെടരുത് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചവിട്ടേറ്റ് വീണ് ഇയാൾ മരിച്ചു. ഈ കുരുടനായ മനുഷ്യൻ. കുതിരക്കാരൻ വലിയ സങ്കടത്തോടെ തിരിച്ചുപോയി. സമയം വൈകുന്നേരമായി. മൂസാ അലൈഹിസ്സലാം വലിയ ദുഃഖത്തോടെയും നിരാശയോടും കൂടി തൻ്റെ വീട്ടിലെത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, നീ അഹ്കമുൽ ഹാക്കിമാണ്, നീതിമാനാണ്. നീ നീതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ കണ്ടതോ ലോകത്തൊരിക്കലും കാണാൻ പറ്റാത്ത കടുത്ത അനീതി. അതായത് ഒരാളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു,
അത് വേറൊരാൾക്ക് കിട്ടുന്നു, അത് മോഷ്ടിച്ചു അല്ലെങ്കിൽ അത് എടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആ പണം നഷ്ടപ്പെട്ടവൻ ഒന്നുമല്ലാത്ത ഒരു നിരപരാധിയെ ചവിട്ടിക്കൊല്ലുന്നു. ഇതിലും വലിയ എന്ത് അനീതിയാണ്? മൂസാ നബിക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നു. അള്ളാഹു പറഞ്ഞു കൊടുത്തു, മൂസ, ഇതാണ് കാലം കണക്ക് ചോദിക്കുന്നത്. അതായത് ആദ്യത്തെ കുതിരക്കാരൻ, അയാളുടെ ഉപ്പയുടെ ഉപ്പ, 2 തലമുറയിലുള്ള ഉപ്പ, ഈ ആട്ടിടയൻ്റെ ഉപ്പയെ വല്യുപ്പയെ കൊള്ളയടിച്ചുണ്ടാക്കിയതാണ് ആ സമ്പത്ത്. അത് കുതിരക്കാരൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ അവകാശിയായ ഈ ആട്ടിടയൻ അവന് കാലം വാങ്ങിച്ചു കൊടുത്തു. അതേപോലെ ആ കണ്ണുപൊട്ടനായ കുരുടനായ മനുഷ്യൻ്റെ വാപ്പ ഇതേ കുതിരക്കാരൻ്റെ വല്യപ്പയെ ചവിട്ടിക്കൊന്നതാണ്. അയാളും ഇതുപോലെ അന്ധനായിരുന്നു. അയാളെ കൊണ്ടും ഞാൻ കണക്ക് പറയിപ്പിച്ചു. ഇതാണ് കാലത്തിൻ്റെ കണക്ക്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് തലമുറയിലൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചക്രത്തിൻ്റെ അടിയിൽ നമ്മളൊരു കറുത്ത മാർക്കിട്ടാൽ, അല്ലെങ്കിൽ കറങ്ങുന്നതിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു നാട കെട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് കറങ്ങിയിട്ട് മുകളിലെത്തും, പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് താഴെത്തും, പിന്നെ മുകളിലെത്തും. അങ്ങനെ കാലം കറങ്ങുമ്പോൾ കഥകൾ ഇങ്ങനെ മാറി മാറി വരും. ഇവിടെ കഥാപാത്രങ്ങൾ മാത്രമേ മാറുകയുള്ളൂ. സമ്പത്തും ധനവും എല്ലാം അങ്ങനെ തന്നെയാണ്. വല്ലാത്തൊരു അത്ഭുതം കാലത്തിൻ്റെ കണക്ക് പുസ്തകം. അള്ളാഹു കാലഗണനയിൽ നമുക്ക് നമ്മുടേതായ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലമാണ് പലർക്കും സ്വർഗം കൊടുക്കുന്നതും നരകം കൊടുക്കുന്നതും, ഭൂമിയിൽ അന്തസ്സ് കൊടുക്കുന്നതും അഭിമാനം കൊടുക്കുന്നതും. എല്ലാത്തിനും കാലം സാക്ഷിയാണ്. ഇവിടെ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ കാലം സാക്ഷി, തിരിഞ്ഞു കുത്തും. മാതാപിതാക്കളെ മക്കൾ ബുദ്ധിമുട്ടിച്ചാൽ കാലം സാക്ഷി, തിരിച്ചടിക്കും. ഒരാളെപ്പറ്റി നമ്മൾ അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആക്ഷേപം പറഞ്ഞുണ്ടാക്കി, അയാൾ കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ, കാലം തിരിച്ചടിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.